Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എൻ ഏർലി ക്യാപിറ്റൽ ഓഫ് ഹർഷവർദ്ധന? ഹർഷവർദ്ധന എന്ന് പറയുന്ന ഏൻഷ്യൻ ഇന്ത്യ ഭരിച്ചിരുന്ന, അതായത് ഏകദേശം 7-ാം നൂറ്റാണ്ട് ഭരിച്ചിരുന്ന, ടുവേർഡ്സ് എൻഡ് ഓഫ് ഏൻഷ്യൻ പീരീഡ്, ആ സമയത്ത് ഭരിച്ചിരുന്ന റൂളറാണ് ഹർഷവർദ്ധൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏർലി ക്യാപിറ്റൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 താനേശ്വർ, ഓപ്ഷൻ 2 കനൗജ്, ഓപ്ഷൻ 3 പ്രയാഗ് ആൻഡ് ഓപ്ഷൻ 4 മഥുര. ഇതില് ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ താനേശ്വർ ആണ് ഇതിന്റെ കറക്റ്റ് ഉത്തരം. അതായത് ഏർലി ക്യാപിറ്റൽ ഓഫ് ഹർഷ അല്ലെങ്കിൽ ഹർഷവർദ്ധൻ എന്ന് പറയുന്നത് താനേശ്വർ ആണ്. അപ്പോ അദ്ദേഹം ബിലോങ് ചെയ്യുന്നത് പുഷ്യഭൂതി ഡൈനാസ്റ്റി അല്ലെങ്കിൽ വർദ്ധന ഡൈനാസ്റ്റിയിലാണ്. ഈ ഡൈനാസ്റ്റി ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റൂളറാണ്. ആൻഡ് ഹർഷവർദ്ധന്റെ കാലഘട്ടത്തിൽ നമുക്ക് പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ഈ ഹർഷവർദ്ധനെ ഒരു സൗത്ത് ഇന്ത്യൻ റൂളർ ആയിട്ടുള്ള, അതായത് ചാലുക്യൻ റൂളർ ആയിട്ടുള്ള പുലികേശൻ സെക്കൻഡ് ഒരു ബാറ്റിൽ തോൽപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു എൻറ്റയർ ഹിസ്റ്ററിയിൽ തന്നെ വലിയൊരു ഷിഫ്റ്റ് വരികയാണ്. അതായത് നോർത്ത് ഇന്ത്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഹിസ്റ്ററി എന്താണ്, അത് സൗത്ത് ഇന്ത്യയിലേക്ക് കൂടെ, അതായത് സൗത്ത് ഇന്ത്യയിലും ഇത്തരത്തിലെ ഡെവലപ്മെന്റ്സും ഡൈനാസ്റ്റീസും ഉണ്ട്. ആൻഡ് അതിന്റെ ഡെവലപ്മെന്റ്സിലേക്കും കൂടി ഒരു ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഹർഷവർദ്ധനന്റെ കാലഘട്ടത്ത് അദ്ദേഹത്തിന്റെ ഏർലി ക്യാപിറ്റൽ ആയിരുന്നു താനേശ്വർ. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് അദ്ദേഹം പിന്നീട് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഷിഫ്റ്റ് ചെയ്യുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ കനൗജിലേക്കാണ്. അതായത് ഹി ഷിഫ്റ്റഡ് ക്യാപിറ്റൽ ഫ്രം താനേശ്വർ ടു കനൗജ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഏർലി ക്യാപിറ്റൽ താനേശ്വരമാണ്. പിന്നീട് അദ്ദേഹം കൊണ്ടുവരുന്ന പുതിയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കനൗജുമാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ്? എന്നിട്ട് 5 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ഓപ്ഷൻ എ, ദ ഡ്രൈ സോൺ ഓഫ് സെൻട്രൽ പെനിൻസുല വാസ് ഹോംലാൻഡ്സ് ഓഫ് ഹൊയ്സാലാസ്, കാക്കതീയാസ് ആൻഡ് ലേറ്റർ വിജയനഗർ. Option B, in 13th century, with Hoysalas and Kakatiyas, a more warlike age was at hand for peninsular societies. Option C, Vijayanagar was a mixed rural economy of peasants, herdsmen, and forest people. Option D, the homelands of Hoysalas, Kakatiyas, and Vijayanagara was dependent on tank irrigation. Option E, high-level multi-crop production was speciality of Central Peninsula. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് ഇത് പ്രധാനമായിട്ടും പറയുന്നത് സെൻട്രൽ പെനിൻസുല ഭരിച്ചിരുന്ന ഡൈനാസ്റ്റീസും അവരുടെ കുറച്ച് ഫീച്ചേഴ്സുമാണ്. അതായത് സെൻട്രൽ പെനിൻസുല എന്ന് പറയുന്നത്, ഞാനിവിടെ മാപ്പിൽ കാണിക്കാം, ഈ ഒരു ഡെക്കാൻ പ്ലാറ്റ്യൂവിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതായത് ഇന്നത്തെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളൊക്കെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ ആണ് ഈ സെൻട്രൽ പെനിൻസുല ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഭരിച്ചിരുന്ന, പ്രത്യേകിച്ചും 13-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന 12, 13, 14 നൂറ്റാണ്ടുകൾ പ്രൊമനന്റ് ആയിട്ട് നിന്നിരുന്ന, അതായത് മെഡീവൽ പീരീഡിൽ പ്രൊമനന്റ് ആയിട്ട് നിന്നിരുന്ന ഡൈനാസ്റ്റീസ് ആണ് ഹൊയ്സാലാസും കാകതീയാസും ലേറ്റർ വിജയനഗർ എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഈ ഒരു ജനറലി ഈ സെൻട്രൽ പെനിൻസുല ഭരിച്ചിരുന്ന ഈ ഡൈനാസ്റ്റീസിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് ആണ് ഇതൊക്കെ ഈ ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ഇവിടെ നിന്നും തെരഞ്ഞെടുക്കണം. ആൻഡ് ഇതിൽ നിന്നും ഉത്തരമായിട്ട് ഏതാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓപ്ഷൻ 4-ാമത്തേതാണ്. അതായത് എ, ബി, സി, ഡി ആൻഡ് ഇ, അതായത് ഈ 5 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി നോക്കാം. ദ ഡ്രൈ സോൺ ഓഫ് സെൻട്രൽ പെനിൻസുല വാസ് ഹോംലാൻഡ്സ് ഓഫ് ഹൊയ്സാലാസ്, കാക്കതീയാസ് ആൻഡ് ലേറ്റർ വിജയനഗർ. അതായത് എന്താണ്, കർണാടക ഭരിച്ചിരുന്ന ഹൊയ്സാലാസിന്റെയും തെലങ്കാന, ആന്ധ്ര റീജിയൻസ് ഭരിച്ചിരുന്ന കാകതീയാസിന്റെയും പിന്നീട് അവർക്കൊക്കെ ശേഷം 14-ാം നൂറ്റാണ്ടില് അധികാരത്തിൽ വരുന്ന വിജയനഗർ, അതായത് കർണാടക ഭരിച്ചിരുന്ന വിജയനഗരം ഒക്കെ തന്നെ ഈ സെൻട്രൽ പെനിൻസുലാർ ഏരിയയിൽ ഉൾപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്ന അവരുടെ ഹോംലാൻഡ് ആണ്. ആൻഡ് ഈ സെൻട്രൽ പെനിൻസുല ഡ്രൈ സോൺ കൂടിയാണ്. ആൻഡ് 13th സെഞ്ചുറിയിൽ
Hoysalas and Kakatiyas, a more warlike age was at hand for peninsular societies. അതായത് 13ാം നൂറ്റാണ്ടില് ഹൊയ്സാലാസും കാക്കത്തിയാസും ഭരിക്കുന്ന സമയത്ത് അവിടുത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് വാർലൈക്ക് ഏജ് ആയിരുന്നു. അതായത് എപ്പോഴും വാർ അല്ലെങ്കിൽ ബാറ്റിൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ഒന്നില്ലെങ്കിൽ ഈ ഡൈനാസ്റ്റീസ് തമ്മിൽ, അല്ലെങ്കിൽ മറ്റു പല ധാരാളം ഡൈനാസ്റ്റീസ് അവിടെ ചുറ്റുപാട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ടും എപ്പോഴെപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വാർലൈക്ക് ഏജ് ആയിരുന്നു ഈ 13ാം നൂറ്റാണ്ടില് സെൻട്രൽ പെനിൻസുല ഏരിയയിൽ ഉണ്ടായിരുന്നത്. ആൻഡ് വിജയനഗർ വാസ് എ മിക്സ്ഡ് റൂറൽ ഇക്കോണമി ഓഫ് പെസൻസ്, ഹെർഡ്മാൻസ് ആൻഡ് ഫോറസ്റ്റ് പീപ്പിൾ. അപ്പോ വിജയനഗർ എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് ഇക്കോണമി ആയിരുന്നു. അവിടെ പെസൻസും ഹെർഡ്സ്മാനും ഫോറസ്റ്റ് പീപ്പിൾ ഒക്കെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു മിക്സ്ഡ് ഇക്കോണമി. അതുകൊണ്ട് തന്നെ വിജയനഗർ ഇക്കോണമി എന്ന് പറയുന്നത് കോംപ്ലക്സ് ഇക്കോണമി ആയിരുന്നു. ആൻഡ് വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമി കൂടിയായിരുന്നു അവരുടേത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ആൻഡ് ദ ഹോംലാൻഡ് ഓഫ് ദ ഹൊയ്സാലാസ്, കാകത്തിയാസ് ആൻഡ് വിജയനഗർ വാസ് ഡിപ്പെൻഡന്റ് ഓൺ ടാങ്ക് ഇറിഗേഷൻ. അതെ, അതും ശരിയാണ്. കാരണം നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു, ഈ സെൻട്രൽ പെനിൻസുല എന്ന് പറയുന്നത് ഡ്രൈ സോൺ ആണ്. അപ്പോൾ അവർ മെയിൻലി ടാങ്ക് ഇറിഗേഷനെ ഡിപ്പെൻഡന്റ് ആയിരുന്നു. ഇങ്ങനെ ധാരാളം ടാങ്കുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തതിനെ പറ്റിയിട്ട് നമുക്ക് കാകതീയ ഡൈനാസ്റ്റി എന്നൊക്കെ എവിഡൻസ് കിട്ടുന്നുണ്ട്. And last statement, high level multi-crop production was speciality of Central Peninsula. Central Peninsula പ്രത്യേകതയാണ് ഇത് ഹൈ ലെവൽ മൾട്ടി ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഇവിടെ 5 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Who administered the Vijayanagar Empire on basis of Kakatiya model? അതായത് കാകതീയ മോഡൽ ഓഫ് അഡ്മിനിസ്ട്രേഷനെ ബേസ് ആക്കിക്കൊണ്ട് വിജയനഗര എംപയറിൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് കാകതീയ മോഡലിൽ വിജയനഗര എംപയറിൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്ന റൂളർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്താവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കുക. ബ്രാഹ്മിൻസ്, ബഹാമിൻസ്, ഹരിഹര ഫസ്റ്റ് ആൻഡ് രാജരാജ ഫസ്റ്റ്. ഇതില് വിജയനഗര എംപയറിൽ ബിലോങ് ചെയ്യുന്ന ആ ഒരു റൂളറിനെ പറ്റിയിട്ടേ ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളൂ. അത് ഓപ്ഷൻ 3 ആണ്, ഹരിഹര ഫസ്റ്റ്. അപ്പൊ ഒബ്വിയസ്ലി ഉത്തരം ഹരിഹര ഫസ്റ്റ് ആണ്. ഈ ഹരിഹര ഫസ്റ്റ് ഈ കാകതീയ മോഡലിൽ ആണ് വിജയനഗര എംപയറിൽ അഡ്മിനിസ്ട്രേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു സമയത്ത് ഈ ഹരിഹര ആൻഡ് ഇദ്ദേഹത്തിന്റെ ഈ വിജയനഗര എംപയറിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ബുക്കയും ഈ കാകതീയ ഡൈനാസ്റ്റിയിലെ ആർമിയിലെ കമാൻഡേഴ്സ് ആയിരുന്നു. അപ്പൊ അവർക്ക് അവിടെ നിന്ന് അവരുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷനിലെ അനുഭവ സമ്പത്ത് വെച്ചിട്ടാണ് അവർ വിജയനഗര എംപയറിൽ കാകതീയ മോഡൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോ വിജയനഗര എംപയർ എന്ന് പറയുന്നത് 14th to 17th സെഞ്ചുറിയിലൊക്കെ നിൽക്കുന്ന ഒരു എംപയർ ആണ്. ബാറ്റിൽ ഓഫ് തലിക്കോട്ടയ്ക്ക് ശേഷം വിജയനഗര എംപയറിന്റെ പ്രൊമിനൻസ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും 1646 വരെ അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹരിഹര ബുക്കയാണ് ഫൗണ്ടേഴ്സ്. ഹരിഹര റൂൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹരിഹരന്റെ പീരീഡ് എന്ന് പറയുന്നത് 1336 to 1356 ആണ്. അദ്ദേഹം ബിലോങ് ചെയ്യുന്നത് സംഗമ ഡൈനാസ്റ്റി ആണ്. അപ്പോൾ ഏതൊക്കെ ഡൈനാസ്റ്റികളാണ് വിജയനഗര എംപയർ ഭരിച്ചിരുന്നതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം സംഗമ, സലുവ, തുളുവ, അരവിഡു ഇങ്ങനെയുള്ള ഡൈനാസ്റ്റീസും അതിൽ ബിലോങ് ചെയ്യുന്ന റൂളേഴ്സും, ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ പ്രൊമിനന്റ് ആയിട്ടുള്ള റൂളർ കൃഷ്ണദേവരായ, ഇവരൊക്കെ പറ്റിയിട്ട് ആര് ഏതൊക്കെ ഡൈനാസ്റ്റിയിലൊക്കെ ബിലോങ് ചെയ്യുന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആൻഡ് ഈ ബുക്ക ഹരിഹര നമ്മൾ പറഞ്ഞു വേർ ഓൾ കമാൻഡേഴ്സ് ഇൻ ദ ആർമി ഓഫ് ദ കാകതീയ കിങ് ഓഫ് വാറങ്കൽ. ഇനി എങ്ങനെ ഇവര് വാറങ്കലിലെ ആർമിയിലെ ആളുകളായിരുന്നു, പിന്നെ എങ്ങനെയാണ് ഇവര് ഒരു ഇൻഡിപെൻഡന്റ് കിങ്ഡം ഫൗണ്ട് ചെയ്യുന്നത്? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഡൽഹി സൽത്തനേറ്റ് ഭരിക്കുന്ന സമയത്ത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഭരിക്കുന്ന സമയത്ത് സൗത്ത് ഇന്ത്യൻ എക്സ്പെഡീഷൻ നടത്തുന്നുണ്ട് അദ്ദേഹം. അപ്പൊ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പൊ കാകതീയാസിനെ തോൽപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള പ്രധാനമായിട്ടും ഹരിഹര ബുക്കെ പോലെയുള്ള കുറെ ടീംസിനെ അവര് പ്രിസണേഴ്സ് ആയിട്ട് നോർത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവരെ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയും എന്നിട്ട് അവരെ തിരിച്ചു പറഞ്ഞയക്കുകയാണ് പല സ്ഥലങ്ങളിലേക്ക് ഗവർണേഴ്സ് ആയിട്ട്. അങ്ങനെ ഹരിഹരയും ബുക്കയെയും കമ്പിലി എന്ന് പറയുന്ന സ്ഥലത്തെ ഗവർണേഴ്സ് ആയിട്ട് പറഞ്ഞയക്കുകയാണ്. പക്ഷെ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് അവര് വീണ്ടും ഹിന്ദുയിസത്തിലേക്ക് റീകൺവേർട്ട് ചെയ്യുന്നുണ്ട് അണ്ടർ സേജ് വിദ്യാരണ്യ എന്ന് പറയുന്ന സേജിന്റെ കീഴില് അവർ ഹിന്ദുയിസത്തിലേക്ക് റീകൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അവര് വിജയനഗര എംപയർ പുതിയതായിട്ട് ഒരു എംപയർ ഫൗണ്ട് ചെയ്യുന്നുണ്ട്. ആ എംപയറിലാണ് ഹരിഹര കാകതീയ മോഡലില് അഡ്മിനിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്.
അപ്പോ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. മെഗസ്തനീസ് റോഡ് ഇൻഡിക. The Periplus of Erythraean Sea is written in Sanskrit. The Naturalis Historia was written in Greek. And last option, Geography is written in Greek. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഏഷ്യൻ ഇന്ത്യയെ പറ്റി ഉള്ള പ്രധാനപ്പെട്ട വർക്കുകളാണ്. അതും ഇതെല്ലാം തന്നെ ഫോറിൻ അക്കൗണ്ട്സ് ആണ്. അതായത് ഫോറിനേഴ്സ് ഇവിടെ വന്നിട്ട് എന്താണ് ഇവിടത്തെ പറ്റി എഴുതിയ വർക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താവുന്നതാണ്. കാരണം മെഗസ്തനീസ് റോഡ് ഇൻഡിക. മെഗസ്തനീസ് റോഡ് ഇൻഡിക എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു ഫാക്ട് ആണ് ഇൻഡിക എഴുതിയത് മെഗസ്തനീസ് ആണെന്ന്. ആൻഡ് മോർ ഓവർ മൗര്യൻ എംപയറിനെ പറ്റി പഠിക്കുമ്പോൾ മൗര്യൻ എംപയറിനെ പറ്റി അറിയാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏൻഷ്യന്റ് സോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ഈ ഇൻഡിക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ അത് എഴുതിയിട്ടുള്ളത് ആരാണ്? മെഗസ്തനീസ് എന്ന് പറയുന്ന, അതായത് സെലൂക്കസ് നികേതർ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് റൂളറിന്റെ അംബാസിഡർ ആയിട്ട് ചന്ദ്രഗുപ്ത മൗര്യന്റെ കോർട്ടിലേക്ക് എത്തുന്ന മെഗസ്തനീസ് ആണ് ഇൻഡിക എഴുതുന്നത്. ആ ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ എ വരുന്ന ഓപ്ഷൻസ് നമുക്ക് ഉറപ്പായിട്ടും എടുക്കാം. അപ്പോ ഇവിടെ രണ്ടാമത്തെയും നാലാമത്തെയും ഓപ്ഷൻസ് ക്യാൻസൽ ആയി പോവും. അപ്പോൾ 1, 3 നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കുക. പിന്നെ നമുക്ക് ഓപ്ഷൻ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ പെരിപ്ലസ് ഓഫ് എറിത്യൻ സീ ഈസ് റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ്. അതൊരു ഫോറിൻ അക്കൗണ്ട് ആണ്. അപ്പൊ അത് സാൻസ്ക്രിറ്റിൽ എഴുതപ്പെടും? സാധ്യത വളരെ കുറവാണ്. അപ്പൊ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് നാച്ചുറലിസ്റ്റ് ഹിസ്റ്റോറിയ വാസ് റിട്ടൺ ഇൻ ഗ്രീക്ക് ആൻഡ് ജോഗ്രഫി ഈസ് റിട്ടൺ ഇൻ ഗ്രീക്ക്. അപ്പം ഇത് രണ്ടും നമുക്ക് കുറച്ചുകൂടി കൺഫ്യൂസ്ഡ് ആവും. ഗ്രീക്ക് തന്നെയാണോ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണോ എഴുതിയിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് എ ഉണ്ട്, ബാക്കി ഏതാണ് ഓപ്ഷൻ വരുന്നതെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3, അതായത് എ ആൻഡ് ഡി. അതായത് മെഗസ്തനീസ് റോഡ് ഇൻഡിക, ജോഗ്രഫി ഈസ് റിട്ടൺ ഇൻ ഗ്രീക്ക്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ആൻഡ് തെറ്റായിട്ടുള്ള ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നോക്കുകയാണെങ്കിൽ ദ പെരിപ്ലസ് ഓഫ് എറിത്യൻ സീ ഈസ് റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ് അല്ല, മറിച്ച് അത് ഗ്രീക്കിലാണ് എഴുതിയിട്ടുള്ളത്. ഇതൊരു 1st century വർക്കാണ്. ഓതർ അൺനോൺ ആണ്. ആൻഡ് നാച്ചുറലിസ്റ്റ് ഹിസ്റ്റോറിയ എഴുതിയത് ഗ്രീക്കിലല്ല. അപ്പോൾ എന്താണ്? സി ഓപ്ഷനും തെറ്റാണ്, മറിച്ച് അത് എഴുതിയിട്ടുള്ളത് ലാറ്റിനിലാണ്. അത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം, ഏത് ലാംഗ്വേജിലായിരിക്കും, നമ്മൾ ഗ്രീക്ക് തന്നെയാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. പക്ഷേ നാച്ചുറലിസ്റ്റ് ഹിസ്റ്റോറിയ എഴുതിയിട്ടുള്ളത് ലാറ്റിനിലാണ്. അത് 77 CE പ്ലീനി ആണ് ആ വർക്ക് എഴുതിയിട്ടുള്ളത്. ആൻഡ് ജോഗ്രഫി ഈസ് റിട്ടൺ ഇൻ ഗ്രീക്ക്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിരുന്നു. ആൻഡ് ഇത് എഴുതിയിട്ടുള്ളത് 150 CE ടോളമി ആണ് ഈ വർക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏൻഷ്യൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓരോ പീരീഡിലെയും പ്രധാനപ്പെട്ട വർക്കുകളും അതിന്റെ ഓതേഴ്സും നമ്മൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കണം. ആൻഡ് നെക്സ്റ്റ്, ഹു ഈസ് ദ ഓതർ ഓഫ് ബസ്താൻ? അപ്പോൾ ബസ്താൻ എന്ന് പറയുന്ന വർക്കിന്റെ ഓതർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഓപ്ഷൻസ് നോക്കുക. റൂമി, സോമദേവ, സാദി ആൻഡ് ഹേമചന്ദ്ര. അപ്പം ഈ പേര് കേട്ടിട്ട്, ഈ ടൈറ്റിൽ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ ആരായിരിക്കും ഇതിന്റെ ഓതർ ആയിട്ട് വരുന്നത്? ബസ്താൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു കൈൻഡ് ഓഫ് ഒരു പേർഷ്യൻ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ഒരു ടേം ആണ്. അപ്പം എന്തായാലും സോമദേവയും ഹേമചന്ദ്രയല്ല, അവര് സാൻസ്ക്രിറ്റ് വർക്കുകൾ എഴുതുന്നവരും. അപ്പം ഇപ്പൊ ഹേമചന്ദ്ര ആയാലും പ്രധാനപ്പെട്ട ഒരു ജൈന സ്കോളർ ഒക്കെയാണ്. അപ്പോൾ ഇവരെന്തായാലും ഒരു പേർഷ്യൻ ലാംഗ്വേജിലൊക്കെ പോയിട്ട് എന്തായാലും വർക്ക് എഴുതാൻ പോകുന്നില്ല. അപ്പോൾ സാദി അല്ലെങ്കിൽ റൂമിയാണ് പിന്നെ നമുക്ക് ഓപ്ഷനിൽ വരുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരും. ആൻഡ് നമുക്ക് കറക്റ്റ് ഉത്തരം ഏതാണെന്ന് നോക്കാം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ 3 സാദിയാണ്. അതായത് സാദി ഷിറാസി എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആയിട്ട് വരുന്നത്. അദ്ദേഹം ഒരു പേർഷ്യൻ പോയിറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈ ബുസ്താൻ എന്ന് പ്രൊനൗൺസ് ചെയ്യാം. ആൻഡ് അതായത് അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്യുന്നത് 1257 CE ഇത് ഈ പ്രധാനമായിട്ടും ഇതിന്റെ ഈ ഒരു വർക്കിന്റെ ഒരു
ബേസിക് ഐഡിയ എന്ന് പറയുന്നത് അത് എത്തിക്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വെർച്യൂസിനെ പറ്റിയിട്ടൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. ആൻഡ് സാദിഷ് സിറാഷിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് ഗുലിസ്ഥാൻ എന്ന് പറയുന്നത്. അത് 1258 സിയിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ചിലപ്പോൾ അടുത്ത അവിടെ ചിലപ്പോ എന്താണ് ഒരു മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ഈ ഗുലിസ്ഥാൻ വന്നിട്ട് ആരാണോ അത് എഴുതിയെന്ന് ചോദിച്ചേക്കാം. അപ്പം സാദിഷ് സിറാഷി ബുസ്താൻ മാത്രമല്ല ഗുലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് വർക്ക് കൂടി എഴുതിയിട്ടുണ്ട്, ഓർത്തു വെക്കാം. അടുത്തത് റൂമി. റൂമിനെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു എന്താണ് സ്പിരിച്വൽ സൂഫി വേഴ്സസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു പോയിറ്റ് ആണ്. അദ്ദേഹം 11th സെഞ്ചുറി പോയിറ്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കാണ് മസ്നാവി എ മനാവി എന്ന് പറയുന്ന അത് സ്പിരിച്വൽ വേഴ്സസ് ആണ്. ആൻഡ് സോമദേവ എന്ന് പറയുന്നത് 11th സെഞ്ചുറി സാൻസ്ക്രിറ്റ് റൈറ്റർ ഫ്രം കാശ്മീർ. അപ്പോ കാശ്മീരിൽ നിന്നുള്ള ഒരു റൈറ്റർ ആണ് സോമദേവ. അപ്പോ ഇവരൊക്കെ തന്നെ ഓൾമോസ്റ്റ് കണ്ടംപററീസ് ആണ്. ഇപ്പൊ റൂമി ആയാലും സോമദേവയൊക്കെ 11th സെഞ്ചുറിയിൽ ഉണ്ടായിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. അപ്പം ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ റൂമി സോമദേവൊക്കെ നമ്മളുടെ ഓപ്ഷൻസിൽ വന്നിട്ടുള്ള ബാക്കി ആളുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഉത്തരമായിട്ടുള്ള ഓപ്ഷൻ മാത്രമല്ല മറ്റുകൂടി നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹേമചന്ദ്ര എന്ന് പറയുന്നത് ജൈന സ്കോളർ ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് കുമാരപാലചരിത ആൻഡ് പരിശിഷ്ട പർവൻ, ദ്വശ്രായ കാവ്യ എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ. ഓക്കെ, അപ്പം ഓരോ വർക്കും അതിന്റെ ഓതേഴ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. When was Women's Indian Association started? അപ്പോ വിമൻ ഇൻ ഇന്ത്യൻ അസോസിയേഷൻ എന്നാണ് തുടങ്ങിയതെന്ന് കറക്റ്റ് ഇയർ, ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റ് ഇയർ ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് 1925, 1927, 1970 ആൻഡ് 1910. ഇതില് നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് 1917 ആണ്. അതായത് Women's Indian Association founded at Adayar, Madras in 1970 by Annie Besant. അതായത് 1917 മദ്രാസിൽ അടയാറിൽ വെച്ചിട്ടാണ് ഈ വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ ഫൗണ്ട് ചെയ്യുന്നത്. അതായത് ആനി ബെസന്റ് ആണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. ആൻഡ് പ്രധാനമായും ഈ വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ ഈ സോഷ്യൽ ഈവിൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു. അതായത് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്, ചൈൽഡ് മാരേജ് ആൻഡ് ഡിനയൽ ഓഫ് വോട്ടിംഗ് റൈറ്റ്സ്, ഇതിനൊക്കെ എതിരായിട്ടാണ് അവർ ബാറ്റിൽ ചെയ്തിരുന്നത്. ആൻഡ് ഇവരുടെ ഒരു മന്ത്ലി ജേണൽ ഉണ്ട് ഇംഗ്ലീഷിൽ, അതിന്റെ പേരാണ് സ്ത്രീ ധർമ്മ എന്ന് പറയുന്നത്. ആൻഡ് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള മുത്തു ലക്ഷ്മി റെഡ്ഡിയാണ്. അപ്പം ഓർത്തു വെക്കാം, വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ 1970 ആനി ബെസന്റ്. ഇതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പല അസോസിയേഷനുകളൊക്കെ ഉണ്ട് ആൻഡ് കോൺഫറൻസുകളൊക്കെ ഉണ്ട്. അതും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Given below are two statements. Statement 1, Subhash Chandra Bose met Goebbels and Hitler in Berlin. Statement 2, Indians captured in North Africa were handed over to him to start Indian Legion. അപ്പോൾ ഇവിടെ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതില് ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് തെറ്റ് എന്നൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. Both statement 1 and statement 2 are false. Both statement 1 is true. Statement 1 is true and but statement 2 is false. Statement 1 is false but statement 2 is true. Statement 2 is true. Okay. ഇതില് ഏതാണ് കറക്റ്റ് ഉത്തരം എന്നറിയണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇപ്പോ സുഭാഷ് ചന്ദ്രബോസ് ഹിറ്റ്ലറിനെ ബെർലിനിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആൻഡ് അത് ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഇന്ത്യൻസ് ക്യാപ്ചർഡ് ഇൻ നോർത്ത് ആഫ്രിക്ക വർ ഹാൻഡഡ് ഓവർ ടു ഹിം ടു സ്റ്റാർട്ട് ഇന്ത്യൻ ലീജിയൻ. അദ്ദേഹം ഇന്ത്യൻ ലീജിയൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിന് ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്ത്യൻ ലീജിയൻ ഉണ്ടായിരുന്നത് നോർത്ത് ആഫ്രിക്കയിൽ നിന്നും ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ പ്രിസണേഴ്സ് ആയിരുന്നോ? നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. ഓക്കെ, ഇതിന്റെ ആൻസർ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ്
ടു ആർ ട്രൂ. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. എന്താണ്, അദ്ദേഹം ഹിറ്റ്ലറിനെയും ഗൊബൽസിനെയും ബെർലിനിൽ വെച്ച് കണ്ടിട്ടുമുണ്ട്. ആൻഡ് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ലീജിയനിൽ ഉണ്ടായിരുന്നുണ്ട്. എന്താണ്, നോർത്ത് ആഫ്രിക്കയിൽ നിന്നും ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ പ്രിസണേഴ്സും ആയിരുന്നു. ഓക്കെ. ആൻഡ് എന്താണ്, ബോസ് മെറ്റ് ബോത്ത് ഹിറ്റ്ലർ ആൻഡ് ഗോബൽസ് ഇൻ 1942 and both believed that freedom was നോൺ അച്ചൈനബിൾ വിത്തൗട്ട് ഫോറിൻ സപ്പോർട്ട്. കാരണം സുഭാഷ് ചന്ദ്രബോസ് ഇവരൊക്കെ പോയിട്ട് കാണാൻ കാരണം എന്താണ്, അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട്. അതായത് നമുക്ക് ഫോറിൻ സപ്പോർട്ട്, പ്രത്യേകിച്ചും ബ്രിട്ടന്, അതായത് നമ്മൾ ആദ്യ കോളനിയാണ് ബ്രിട്ടന്റെ കോളനി. അപ്പോൾ ബ്രിട്ടന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ബ്രിട്ടന്റെ ശത്രുക്കൾ ആരാണോ ആ ഫോറിൻ കൺട്രീസുമായിട്ട് നമുക്ക് കൂടുതൽ അവരുടെ സപ്പോർട്ട് അറ്റൈൻ ചെയ്യണം. എന്നിട്ട് അവരെ കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്താലേ നമുക്ക് ഫ്രീഡം കിട്ടുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം സുഭാഷ് ചന്ദ്രബോസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ട്, പ്രത്യേകിച്ചും ഈ ഹിറ്റ്ലറിനൊക്കെ പോയിട്ട് കണ്ടുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കുന്നത്. ആൻഡ് അദ്ദേഹം അഡോപ്റ്റ് ദ കോൺസെപ്റ്റ് ഓഫ് എനിമീസ് എനിമീസ് യുവർ ഫ്രണ്ട്. അതായത് എനിമിയുടെ, ശത്രുവിന്റെ ശത്രു നമ്മുടെ മിത്രമാണ് എന്നുള്ള ഒരു ഐഡിയ അദ്ദേഹം എപ്പോഴും അതിനെ ഫോളോ ചെയ്തിരുന്നു. ആൻഡ് ഇനി ഒർലാൻഡോ മസോട്ട എന്നുള്ള ഒരു സുഡോണിമിലാണ് ഇദ്ദേഹം സുഭാഷ് ചന്ദ്രബോസ് ഹിറ്റ്ലറിനെ കാണുന്നത്. അതായത് അദ്ദേഹത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന പേരിൽ പോയിട്ടല്ല അദ്ദേഹം കാണുന്നത്, ഈ ഒരു സുഡോണിം വെച്ചിട്ടാണ് അദ്ദേഹം ഹിറ്റ്ലറിനെ പോയിട്ട് കാണുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ എന്താണ്, അതായത് അദ്ദേഹത്തിന്റെ ഫ്രീ ഇന്ത്യൻ ലീജിയൻ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്, ഇതൊരു ഇൻഫൻട്രി റെജിമെന്റ് ആണ്, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു നോർത്ത് ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഇന്ത്യൻ പ്രിസണേഴ്സിനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് ഈ ആളുകളാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്ത്യൻ ലീജിയനെ ടൈഗർ ലീജിയൻ എന്നും അറിയപ്പെടുന്നു. അത് ഫൗണ്ട് ചെയ്യുന്നത് 1941 അതിനുവേണ്ടി ഈ ഒരു ഇന്ത്യൻ ലീജിയൻ തുടങ്ങുന്നതിന് ജർമ്മൻ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഈ സുഭാഷ് ചന്ദ്രബോസിന് ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഇനീഷ്യൽ റിക്രൂട്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള, അതായത് ഇന്ത്യൻ സ്റ്റുഡൻസ്, ജർമ്മനിയിലുള്ള ഇന്ത്യൻ സ്റ്റുഡൻസ് ആയിരുന്നു ഇനീഷ്യൽ റിക്രൂട്ട്സ് എന്ന് പറയുന്നത്. പിന്നീട് ഇങ്ങനെ നോർത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടുവരുന്ന ഇന്ത്യൻ പ്രിസണേഴ്സിനെയും അവര് അതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്ത്യൻ ലീജിയനും എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ നമുക്ക് സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി എന്താണ്, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ലീജിയനും അദ്ദേഹത്തിന്റെ ഈ ബെർലിനും ഹിറ്റ്ലറുമായിട്ടുള്ള കണക്ഷനൊക്കെ അറിഞ്ഞു വെക്കണം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മാധോജി സിന്ധ്യ died in 1794 and was succeeded by. അതായത് മാധോജി സിന്ധ്യ 1794 മരിക്കുമ്പോൾ അദ്ദേഹത്തെ പിന്നീട് സക്സീഡ് ചെയ്യുന്നത് ആരാണ്? ആൻഡ് ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കുക. ദൗലത് റാവോ, സദാശിവ് റാവോ, നാനാ ഫഡ്നാവിസ് ആൻഡ് രഘുനന്ദ റാവോ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദൗലത് റാവു ആണ്. ദൗലത് റാവു ആണ് മഹദി ഷിൻഡെ അല്ലെങ്കിൽ മഹജി ഷിൻഡ്യ മരിക്കുന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ സക്സീഡ് ചെയ്ത് വരുന്നത്. അപ്പൊ മഹദി ഷിൻഡെ ആരാണ്? അദ്ദേഹം ഒരു മറാത്ത സ്റ്റേറ്റ്മാൻ ആണ്. ഇനി അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പം ഇവിടെ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന പേരുകളെല്ലാം നമുക്ക് ഫെമിലിയർ ആണ്. ആൻഡ് ഇവരൊക്കെ തന്നെ ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ആളുകളാണ്. കാരണം ഈ മഹദി ഷിൻഡെ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, മറാത്ത സ്റ്റേറ്റ്മെന്റ്, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റില്, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് 1761 ഈ പാനിപ്പറ്റിന്റെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ആൻഡ് മറാത്ത പവറിനെ റിസറക്ട് ചെയ്യുന്നതിന് അദ്ദേഹം വലിയൊരു ക്രൂഷ്യൽ റോൾ ആണ് അദ്ദേഹം പങ്കുവഹിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. കാരണം ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന് ശേഷം മറാത്താസ് പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും മറാത്താസിനെ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഈ അദ്ദേഹവും ഈ മഹദി ഷിൻഡെയ്ക്കും നാനാ ഫഡ്നാവിസിനൊക്കെ വളരെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വൺ അമംഗ് ദ 3 pillars ഓഫ് മറാത്ത റിസറക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഈ ഒരു ബാറ്റിലിന് ശേഷം പെഷ്വ മാധവ് റാവു, നാനാ ഫഡ്നാവിസും ഈ മഹദി ഷിൻഡെയൊക്കെ കൂടിയിട്ടാണ് മറാത്ത റിസറക്ഷന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇദ്ദേഹം
പിന്നീട് 1794 ടൈഫോയിഡ് ബാധിച്ചിട്ട് പൂനെക്കടുത്തുള്ള വനവാടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ അദ്ദേഹം ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് മരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തെ ദൗലത്ത് റാവോ സിന്ധ്യ സക്സീഡ് ചെയ്യുന്നുണ്ട്. ഈ ദൗലത്ത് റാവോ സിന്ധ്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബ്രദർ ആയിട്ടുള്ള തുക്കോജി റാവോ സിന്ധ്യന്റെ ഗ്രാൻഡ് സൺ ആണ്. കാരണം ഈ മൾജി സിന്ധ്യനെ സക്സീഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഹെയർസ് ഉണ്ടായിരുന്നില്ല. കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സക്സീഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ദൗലത്ത് റാവോ സിന്ധ്യ ആണ്. ദൗലത്ത് റാവോ സിന്ധ്യ അധികാരത്തിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ആകെ 15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ മൾജി സിന്ധ്യ and Daulat Rao and third battle of Panipat 1761, Peshwa Madhav Rao, Nana Fadnavis ഇവരൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക.